അനൂപ് ശ്രീരാജ്, കൺസോർഷ്യം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് കേരള എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്. എനിക്കൊപ്പം ഉള്ളത് സിജോ കാനാച്ചേരി, സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ശ്രീ സി പത്മകുമാർ, തിരുവനന്തപുരം റെപ്രസെൻറ്റേറ്റീവാണ്. ചെക്ക് എന്ന ഞങ്ങളുടെ സംഘടന ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ തരം സർവീസുകളും നൽകി വരുന്ന വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ്. ഇതിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരുണ്ട്, ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെ ബ്രാൻഡ് ചെയ്യുന്നവരുണ്ട്, കുട്ടികൾക്ക് കോഴ്സിൻ്റെ കൗൺസിലിംഗ് നൽകുന്നവരുണ്ട്. കഴിഞ്ഞ ഏകദേശം 19 വർഷക്കാലമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ സംഘടന കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം അത് മനസ്സിലാക്കി സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു എഡ്യൂക്കേഷൻ എന്നൊരു ക്യാമ്പയിനിങ് കഴിഞ്ഞ 1 വർഷമായി നടത്തി വന്നിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നിലവിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിനെ കാണുകയും തൂഫാൻ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ സംഘടനയിലെ 400ഓളം വരുന്ന അംഗങ്ങളുടെ താല്പര്യം അറിയിക്കുകയും വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം അത് അംഗീകരിക്കുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറേ കാലമായി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെ ഉപരിപഠനം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ആരോഗ്യ മേഖലയിലെ കോഴ്സുകൾ. പ്രധാനമായിട്ടും നഴ്സിംഗ്, പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് വിഭാഗത്തിൽ പെടുന്ന കോഴ്സുകൾ. ഈ അവസരം കണക്കാക്കിക്കൊണ്ട് ചില കേന്ദ്രങ്ങൾ, ചില മാഫിയ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചും രക്ഷകർത്താക്കളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടും ചില അന്യ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ കേരളത്തിലെ പല കേന്ദ്രങ്ങളിൽ വെച്ചും നടത്തി വരുന്നുണ്ട്. അത് നമ്മുടെ പൊതു ആരോഗ്യസ്ഥിതിയെയും നമ്മുടെ ആരോഗ്യ മേഖലയെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ പറയാൻ കാരണം, ഇവർ പഠിക്കുന്ന കോഴ്സുകൾ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ്, റെസ്പിറേറ്ററി തെറാപ്പി, പെർഫ്യൂഷൻ, ഇത്തരത്തിലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുണ്ടാകേണ്ട സ്കില്ല്. ഡോക്ടർമാർക്കൊപ്പം ചേർന്ന് നിന്ന് രോഗികളെ ചികിത്സിക്കേണ്ടയും ചികിത്സാ സഹായങ്ങൾ നൽകേണ്ടയും ഉള്ള പ്രൊഫഷണലുകളാണ് ഇവർ. ഇത്തരത്തിലുള്ള ജോലി ചെയ്യേണ്ട കുട്ടികളെയാണ് ഒരു ട്യൂഷൻ സെൻ്ററുകളുടെ പോലും നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും. കേരളത്തിൽ ഒരു 25ഓളം വരുന്ന സ്ഥാപനങ്ങളുടെ തെളിവുകൾ ഞങ്ങളുടെ സംഘടനയിലെ വിവിധ മേഖലയിലുള്ള പ്രതിനിധികൾ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യാപകമായിട്ട് കഴിഞ്ഞ 3-5 വർഷമായിട്ട് കേരളത്തിലെ പല കോണുകളിലും നടത്തി വരുന്നുണ്ട്. ഇതിൽ കുട്ടികളെ ആകൃഷ്ടരാക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള വാഗ്ദാനമാണ്. വാഗ്ദാനമല്ല, ചില വളഞ്ഞ വഴിയിലൂടെ ഇത്തരം സ്ഥാപനങ്ങൾ അത് സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കർണാടക സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ആ സ്റ്റേറ്റിൽ ഫില്ലാകാതെ കിടക്കുന്ന സ്ഥാപനങ്ങളിലെ സീറ്റുകളിൽ കുട്ടികളെ അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ കുട്ടികളെ അവിടെ എത്തിക്കുന്നു. ഒരു മെഡിക്കൽ കോഴ്സിന് കിട്ടേണ്ട യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഇവർ അഡ്മിഷൻ കൊടുത്ത് തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ 1-ാം വർഷം തന്നെ കേരളത്തിലെ പല ആശുപത്രികളിലും ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന പേരിൽ ജോലിക്കിടുകയാണ്. ഒന്ന് ആലോചിക്കണം, നമ്മുടെ ആശുപത്രികളിൽ ചെല്ലുന്ന ഒരു രോഗിയുടെ അവസ്ഥ. പലപ്പോഴും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ അനാസ്ഥകളെ പറ്റി. ഡോക്ടർമാരുടെ തലയിലാണ് എപ്പോഴും അത് അവസാനമായി ചെന്നെത്തുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സീരിയസ് ഇഷ്യൂ, ഡോക്ടർമാർക്ക് ഇടവും വലവും നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടത്ര പരിചയമുണ്ടോ, അല്ലെങ്കിൽ ആരാണ് ഈ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ യൂണിഫോം ഇട്ട് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ നിൽക്കുന്നതെന്ന് ഗൗരവമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഘടകമാണ്. വ്യക്തമായ ബോധ്യം ഈ വിഷയത്തിൽ ലഭിച്ചതുകൊണ്ടാണ് ചെക്ക് എന്ന ഞങ്ങളുടെ സംഘടന ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്.
ഇത് പ്രധാനമന്ത്രി മുതൽ കേരള മുഖ്യമന്ത്രി, ആരോഗ്യ സർവകലാശാല, അത് കേരളത്തിലെയും കർണാടകയിലും വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, ഇവർക്കെല്ലാവർക്കും പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ഇപ്പോൾ കുട്ടികൾ +2 റിസൾട്ടൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ, ഉപരിപഠനം കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കേരളത്തിൽ പഠിക്കാം എന്ന വ്യാജ ഉറപ്പ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു വളഞ്ഞ വഴി സമ്മാനിച്ചുകൊണ്ട് കുട്ടികളെ കെണിയിലാക്കുന്ന ഒരു രീതി പല സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെ പേര് അവരുടെ അറിവോടുകൂടിയാണോ അല്ലാതെയാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പ്രമുഖ ആശുപത്രികളുടെയും കോളേജുകളുടെയും പേരിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചിലത് നടന്നു വരുന്നത്. ഇത് ഈ ഒരു ആരോഗ്യ പ്രശ്നവും അല്ലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന മാത്രം ഒരു വിഷയമല്ല. ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ കുറച്ച് പേര് ഡിഗ്രി സമ്പാദിച്ച് ഉദ്യോഗാർത്ഥികളായി ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ +2 നല്ല ഉയർന്ന മാർക്ക് നേടി 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കോളേജിൽ പഠിച്ച് അവൻ്റെ പ്രാക്ടീസ് നേടി എത്തി വരുന്ന നല്ല നൈപുണ്യമുള്ള നമ്മുടെ കുട്ടികളെയാണ് തൊഴിൽ മേഖലയ്ക്ക് വേണ്ടാതാകുന്നത്. കാരണം ഇത്തരത്തിൽ വരുന്നവർ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പ്രൈവറ്റ് ലാബുകളിൽ 5000 അല്ലെങ്കിൽ 6000 രൂപ വേതനത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി സമ്പാദിച്ച് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും അവിടെ പോയി റെഗുലറായിട്ട് പഠിച്ച് ക്ലിനിക്കൽ പ്രാക്ടീസും സംഘടിപ്പിച്ച് പരിചയസമ്പന്നരായി എത്തുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കോ വേണ്ടത്ര പരിഗണന കിട്ടാതാകുന്നു. നമ്മളെല്ലാവരും കാണുന്നതാണ് നഴ്സുമാരുടെ ശമ്പളം ഒന്ന് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി അവർ അഹോരാത്രം ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ മാസങ്ങളോളം സമരമെടുത്തത്. ഇപ്പോഴും പല ആശുപത്രികളും അത് നൽകാൻ തയ്യാറാകുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള കുട്ടികളെ ഇവർക്ക് ജോലിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനെ, പ്രാക്ടീസ് ഉള്ള ഒരു നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അർഹിക്കുന്ന ശമ്പളം നൽകണം. ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവരവരുടെ കാര്യം സാധിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് ആരോഗ്യ മേഖലയെ ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നു. നല്ല രീതിയിൽ പഠിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്കും ഒരു വെല്ലുവിളിയാണ്. അടിയന്തരമായി നമ്മൾ ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ നിർത്തലാക്കിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് 4 വർഷം ഈ കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുകയും അന്യ സംസ്ഥാനമായിട്ട് കർണാടകയിലോ മറ്റോ പോയി പരീക്ഷ എഴുതി അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഒറിജിനൽ ഏത് വ്യാജൻ ഏതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം ഇവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ്. ഇവർ പഠിച്ച രീതി വളഞ്ഞ വഴി. അതുകൊണ്ട് ഇതൊരു സാധാരണ ഒരു ഡിഗ്രി കോഴ്സോ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം വേണ്ടാത്ത ഒരു കോഴ്സോ ആണെങ്കിൽ നമുക്കതിൻ്റെ ഗൗരവം ആ രീതിയിൽ എടുത്താൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെയും നിങ്ങളെയും ഒക്കെ ചികിത്സിക്കേണ്ട ആശുപത്രികളിലെ മെഡിക്കൽ പ്രൊഫഷണലുകളാണ് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിക്കപ്പെടുന്നത്. അത് അതീവ ഗൗരവത്തോടുകൂടി പത്രമാധ്യമങ്ങൾ കണക്കിലെടുക്കുകയും ഇതിൽ നിങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ഇത് പൊതുജനങ്ങളിലേക്ക് ഇതെത്തുന്ന രീതിയിലുള്ള പ്രചരണം നൽകി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത്. പക്ഷെ അത് മാത്രമല്ല, ഉത്തരേന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ലിംഗായസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ബിവോക്ക് എന്ന പേരിലും ചില കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച്, എറണാകുളം മാത്രമല്ല പല സ്ഥലങ്ങളിലും. ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ നിസ്സാരമായിട്ട് 20-22 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയാണ് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയതാണ് നമ്മൾ വെച്ചത്.